ഹൃദയം നുറുങ്ങുന്ന നോവ് ഓർമ്മയാവുകയാണ് ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് പോയി മറഞ്ഞ അർജുൻ. കാത്തിരിപ്പിനും കണ്ണീരിനുമൊടുവിൽ അർജുന്റെ ഭൗതിക ശരീരം നാട് വീണ്ടെടുക്കുമ്പോൾ ഓരോ മനസ്സുകളും തേങ്ങി. അർജുനെ കണ്ടെത്തിയപ്പോൾ ഹൃദയം നുറങ്ങി പ്രതികരിച്ച ലോറി ഉടമ മനാഫിന്റെ വാക്കുകൾ ഉള്ളുപൊള്ളുന്ന വേദനയോടെയാണ് ഇവരും ശ്രവിച്ചത്. അർജുനെ കണ്ടെത്തണമെന്ന ദൃഢനിശ്ചയത്തോടെ ഇത്രയും നാൾ കർണാടകയിൽ തന്നെ തങ്ങിയ മനാഫ് എന്ന മനുഷ്യസ്നേഹിയെക്കുറിച്ച് ഗാനരചയിതാവ് മനു മഞ്ജിത്ത് പങ്കുവച്ച സമൂഹ മാധ്യമത്തിലെ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: അങ്ങനെ ഗംഗാവലിപ്പുഴയിൽ ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഓനെ, തോൽക്കാനുള്ള മനസ്സില്ല, എന്തായാലും ഓനെയും കൊണ്ടേ പോവുള്ളൂ, അത് ഞാൻ പറഞ്ഞേനു, ആ വാക്ക് ഞാൻ ഓന്റെ അമ്മയ്ക്ക് പാലിച്ചു കൊടുത്തിക്കണു. ഇത്രയും പറഞ്ഞൊപ്പിക്കുമ്പോഴേക്കും എത്ര വട്ടം അയാളുടെ തൊണ്ട ഇടറിയിരുന്നു. ചങ്ക് പൊട്ടിയാണ് വാക്കുകൾ പലതും പുറത്തു വീണത്. പല മരണവീടുകളിലും മൃതദേഹം സംസ്കരിക്കാൻ എടുത്തു കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിലേക്കും വീട്ടുവിശേഷങ്ങളിലേക്കും നേരം പോക്കുകളിലേക്കുമൊക്കെ മടങ്ങിപ്പോകുന്ന കാഴ്ചകൾ പതിവായ ഇക്കാലത്ത് മരിച്ചെന്നുറപ്പിച്ച ഒരാളെ കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ സമരം ചെയ്ത ഒരാൾ അസാധാരണമാവണം അയാളുടെ കഴിഞ്ഞ 2-2.5 മാസക്കാലം. ഇത്രയും കാലം തന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരുത്തനെയും അനുവദിക്കാതെ രൗദ്രഭാവം പൂണ്ടൊഴുകിയപ്പോഴേയും ഒടുവിൽ തോറ്റുകൊടുക്കാൻ തീരുമാനിച്ചത് മനാഫ് എന്ന ഈ കൂട്ടുകാരന്റെ മനസ്സുറപ്പിന് മുൻപിലാവും. അങ്ങനെ ഒരുപാട് സുമനസ്സുകളുടെയും ഒരു നാടിന്റെയും പ്രാർത്ഥനയോടൊപ്പം അർജുന് ആദരാഞ്ജലികൾ. 72 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ബുധനാഴ്ചയാണ് ഗംഗാവലിപ്പുഴയിൽ നിന്ന് ലോറിയും അതിനുള്ളിൽ അർജുന്റെ മൃതദേഹവും കണ്ടെത്തിയത്. ലോറിയെ ഇന്ന് പൊളിച്ചു പരിശോധിച്ചതും അതിൽ നിന്നും അർജുന്റെ പല വസ്തുക്കളും കണ്ടെത്തിയതോടെ ഏറെ വൈകാരികമായ ഓരോ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാബിനിൽ ബാക്കിയുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ കൂടി ശേഖരിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുന്റെ മൃതദേഹം DNA സാമ്പിൾ എടുത്ത ശേഷം നാളെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.